തിരുവനന്തപുരത്ത് തരൂരിനെ തറപറ്റിക്കാൻ മോദിയുടെ ദൂതനെത്തുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കേരളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് താമര വിരിയിക്കാൻ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ എത്തുമെന്നാണ് പുതിയ സൂചനകൾ. കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വിജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിലാണ് ബി.ജെ.പി. പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരും ദക്ഷിണേന്ത്യൻ ബന്ധമുള്ളവരുമായ എസ് ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ, നിർമ്മല സീതാരാമൻ എന്നിവരുടെയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പേര് അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. നിലവിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളാണ് മോദിയുടെ ദൂതൻ എന്ന് വിശേഷണമുള്ള എസ് ജയശങ്കർ എന്ന ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി. മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരിക്കലും കൈവിടാനാകാത്ത ഒരു നേതാവാണ് എസ് ജയശങ്കർ. ഭാരതത്തെ രാജ്യാന്തര ശക്തിയായി പ്രതിഷ്ഠിക്കുന്നതിലും മോദിയെ ലോക നേതാവായി അവതരിപ്പിക്കുന്നതിലും ഈ നയതന്ത്രജ്ഞൻ്റെ നൈപുണ്യത്തിന് വ്യക്തമായ പങ്കുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനമായി 2015 ജനുവരി 26-ന് അതിഥികളായി നിർദ്ദേശിക്കപ്പെട്ടവരുടെ പേര് കണ്ടപ്പോൾ മോദിക്ക് തീരെ താല്പര്യമുണ്ടായില്ല. വിശിഷ്ടാതികളായിട്ട് ആരുമില്ലേ എന്ന മോദിയുടെ ചോദ്യം അന്ന് US-ലെ ഇന്ത്യൻ അംബാസഡറായ ജയശങ്കറിൻ്റെ ചെവിയിലുമെത്തി. ഒട്ടും വൈകാതെ വൈറ്റ് ഹൗസിലേക്ക് എത്തിയ ജയശങ്കർ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യ സന്ദർശനം ചരിത്രപരമായിരിക്കുമെന്ന് US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ മുതിർന്ന ഉപദേഷ്ടാവിനെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ ജയശങ്കറിൻ്റെ നയതന്ത്രത്തിൽ US സംഘം വീണു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്ത്യയുടെ അതിഥിയായി എത്താമെന്ന് ബറാക് ഒബാമ സമ്മതിച്ചു. ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2005-ൽ മോദിക്ക് അമേരിക്ക വിസ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ആ നിരോധനം നീക്കുകയും അദ്ദേഹം US സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മുറിപ്പാടായി ഉണ്ടായിരുന്നു. ആ നാണക്കേട് മായ്ക്കാൻ US പ്രസിഡന്റിൻ്റെ സന്ദർശനം മറ്റേതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും മോദി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം റിപ്പബ്ലിക് ദിനത്തിൽ ബറാക് ഒബാമയുടെ സാന്നിധ്യം രാജ്യാന്തര തലത്തിൽ പ്രതിച്ഛായയ്ക്ക് ഗുണമാകുമെന്നും കരുതപ്പെട്ടു. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെ ഭാരതത്തിലേക്ക് എത്തിച്ചതിലൂടെ എസ് ജയശങ്കറിലുള്ള വിശ്വാസം മോദിക്ക് ഇരട്ടിക്കുകയും ചെയ്തു. അതോടെ മോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി ജയശങ്കർ മാറി. ഏതു പ്രധാനമന്ത്രിയാണ് മിടുക്കനായ ഈ നയതന്ത്രജ്ഞനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തതെന്ന് ജയശങ്കറിനെ ചൂണ്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ കഥകൾ പരന്നു. 2015-ൽ തന്നെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗിന് പകരക്കാരനായി ആ സ്ഥാനത്തേക്ക് ജയശങ്കർ അവരോധിക്കപ്പെട്ടു. വിദേശകാര്യ സെക്രട്ടറി പദത്തിൽ 7 മാസം ബാക്കി നിൽക്കെയാണ് സുജാതയുടെ കാലാവധി വെട്ടിച്ചുരുക്കാനും അമേരിക്കയിലെ സ്ഥാനപതിയായ ജയശങ്കറിനെ തലസ്ഥാനത്തേക്ക് എത്തിക്കാനും കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി തീരുമാനമെടുക്കുന്നത്. IFS സർവീസിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അപ്രതീക്ഷിതമായ ഈ നിയമനം. ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഭാരതം നയതന്ത്ര തലത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു. പിന്നീട് 2019-ൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒന്നാം മന്ത്രിസഭയാകെ ഉടച്ചു വാർത്തു. സുഷമ സ്വരാജ്, മേനകാ ഗാന്ധി, സുരേഷ് പ്രഭു, JP നഡ്ഡ, രാധാമോഹൻ സിംഗ് തുടങ്ങിയ മുതിർന്ന 10 ക്യാബിനറ്റ് മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അതോടെയാണ് ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിൻ്റെ പകരക്കാരനായി എസ് ജയശങ്കർ മോദിയുടെ ക്യാബിനറ്റിലേക്ക് എത്തുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ മാറ്റേണ്ടി വന്നാൽ പകരം ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ പറ്റിയ ആളായിട്ടായിരുന്നു അതുവരെ ജയശങ്കറിനെ കണ്ടിരുന്നത്. അപ്പോഴാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയായി പുതിയൊരു നിയോഗത്തിലേക്ക് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കുന്നത്. വിദേശകാര്യമന്ത്രിയാകുന്ന ആദ്യ വിദേശകാര്യ സെക്രട്ടറിയായ ജയശങ്കർ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമാണ്.